റീസെൻ്റ് ആയിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് ടീച്ചറാവാൻ വലിയ ആഗ്രഹമാണ്. അപ്പോഴാണ് എൻട്രിയിലെ മോണ്ടിസറി ടീച്ചിങ് കോഴ്സ് അറിഞ്ഞത്. അപ്പം BEd എടുത്ത് ടീച്ചറാവുന്നതാണോ അതോ മോണ്ടിസറി കോഴ്സ് പഠിച്ച് ടീച്ചറാവുന്നതാണോ നല്ലത്? നമ്മൾ അധ്യാപകർ എന്ന് പറയുമ്പോൾ തന്നെ വളരെ വലിയൊരു നോബൽ പ്രൊഫഷനാണത്. അപ്പം 2 ഓപ്ഷൻസാണ് ബേസിക്കലി നമുക്കുള്ളത്. ഒന്നെങ്കിൽ മോണ്ടിസോറി അധ്യാപകരാകാം, അല്ലെങ്കിൽ BEd ചെയ്യാം. അപ്പം ഞാൻ രണ്ടും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നത് ഏറ്റവും നല്ലത് മോണ്ടിസോറി അധ്യാപകയാവുന്നതാണ്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറയാൻ കാരണം? അതാണ് ഏറ്റവും വലിയ സവിശേഷത. കാരണം മോണ്ടിസോറി എന്ന് പറയുന്നത് ശരിക്കും ചെറിയ കുട്ടികളെയാണ് നമ്മൾ ഷേപ്പ് ചെയ്യുന്നത്. നമ്മൾ പറയും നമ്മളുടെ കയ്യിൽ കിട്ടുന്ന കുട്ടികളെ അവർ ഭാവിയിൽ ആരായി തീരണം എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്? നമ്മളാണ്. പക്ഷേ പലപ്പോഴും മുതിർന്ന ക്ലാസ്സുകളിലേക്ക്, ഈ BEd ഒക്കെ കഴിയാന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു മുതിർന്ന ക്ലാസ്സുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം അങ്ങനെ പോകുമ്പം അവരുടെ തോട്ട്സ്, അവരുടെ ആറ്റിറ്റ്യൂഡ്സ്, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അധികമായി ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. ഈ മോണ്ടിസോറി സിലബസിനെ പറ്റി ഒന്ന് പറയാൻ പറ്റും? മോണ്ടിസോറി നമ്മൾ പറയുകയാണെങ്കിൽ 4 ടെക്സ്റ്റ് ബുക്കുകളാണ് ആക്ച്വലി ഉള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ BEdുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറച്ചാണ്. ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ BEd കഴിഞ്ഞ ആളാണ്, മോണ്ടിസോറിയും പഠിച്ച ഒരാളാണ്. അപ്പോൾ ശരിക്കും BEdൻ്റെ 1% മാത്രമാണ് നമുക്ക് മോണ്ടിസോറിയിലുള്ളത്. മോണ്ടിസോറിയിൽ നമുക്ക് ഇവിടെ ഇപ്പം എൻട്രി സീഡുമായിട്ട് എല്ലാവർക്കും അറിയുന്നതാണ്, എൻട്രി സീഡുമായി കൊലാബറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നത്. അപ്പം അവർ 4 ടെക്സ്റ്റ് ബുക്കുകൾ തരുന്നുണ്ട്. ഈ ടെക്സ്റ്റ് ബുക്കിൽ ഉപരിയായിട്ട് നമുക്കവിടെ ഒന്നും പഠിക്കാനില്ല. അതിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ എക്സ്ട്രാ പ്രിപ്പറേഷന് നമുക്ക് സമയവും ആവശ്യമില്ല. ഈ മോണ്ടിസോറി സിലബസ് പഠിക്കുന്നതും നോർമൽ സിലബസ് പഠിക്കുന്നതും തമ്മിലെ വ്യത്യാസം എന്താണ്? തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. നമ്മൾ ഒരു നോർമൽ സ്കൂളിലെ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നതും അതേപോലെ മോണ്ടിസോറി സ്കൂളിലുള്ള ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നതും രണ്ടും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെയാണ് മോണ്ടിസോറി സിലബസും നോർമലായിട്ടുള്ള സിലബസ്. നോർമൽ സിലബസ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങിന് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സ്കില്ലിന് വി കോൾ ഇറ്റ് ബൈ ദ നെയിം പ്രാഗ്മാറ്റിക് സ്കിൽസ്. അതായത് മോണ്ടിസോറി നമ്മൾ ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സിലബസ് സ്ട്രക്ചറൈസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, അവിടെ ഓരോ മെറ്റീരിയൽസും എക്സ്പീരിയൻസിലൂടെയും ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങിലൂടെയും, ഈവൻ നമുക്കിവിടെ എന്തുണ്ട്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിന് ലബോറട്ടറീസ് ഉണ്ട് അല്ലെ, അവിടെ വരുന്നു, നമുക്ക് ലാബ്സ് ഓറിയൻറ്റഡ് ആക്കുന്നു, വന്ന് പ്രാക്ടിക്കൽ സ്കിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും ഒരു നോർമൽ കരിക്കുലത്തിന് ലഭിക്കുന്നില്ല. അത് തന്നെയാണ് മോണ്ടിസോറി കരിക്കുലവും ബാക്കിയുള്ള നോർമൽ കരിക്കുലവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. അപ്പോൾ ഈ നോർമൽ സിലബസ് പഠിക്കുന്ന മോണ്ടിസോറി സിലബസ് പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ്, അവരുടെ ആറ്റിറ്റ്യൂഡ്സിലൊക്കെ ഡിഫറൻസ് വരാറുണ്ടോ? തീർച്ചയായിട്ടും വരും. കാരണം മോണ്ടിസോറി പഠിച്ചൊരു കുട്ടിക്ക് ക്രിട്ടിക്കൽ പവർ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ റീസണിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഒരു കാര്യം കാണുമ്പോൾ, ഇപ്പം നമ്മളൊരു നോർമൽ കുട്ടിയാണെങ്കിൽ ഒരു പൂ കാണുമ്പോൾ അതൊരു പൂവാണ്, കഴിഞ്ഞു അല്ലേ. മറിച്ചൊരു മോണ്ടിസോറി കുട്ടിക്ക് എന്താണ്, ആ പൂ എന്താണ്, ആ പൂവിൻ്റെ കളർ എന്താണ്, ആ പൂവിൻ്റെ ഷേപ്സ് എന്താണ്, ഇതിനെക്കുറിച്ചെല്ലാം ആ കുട്ടി പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് ക്രിയേറ്റിവിറ്റി. ഇന്നത്തെ കുട്ടികൾക്ക് ആവശ്യം എന്താ, ഇന്നത്തെ കുട്ടികൾക്ക് ആവശ്യമുള്ളത് ഹാർഡ് ലേണിംഗ് അല്ല, എന്താണ്, ട്രിക്കാണ് പഠിക്കേണ്ടത്. ഈ ട്രിക്ക് തന്നെയാണ് ചെറുപ്പകാലം മുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കുട്ടികളിൽ സായത്തകമാക്കുന്നത് സ്മാർട്ട് അപ്രോച്ചസിലൂടെ. ഒരു അധ്യാപിക നല്ല ലിസണർ ആവണമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലാസ് റൂംസിൽ കൊണ്ടുവരാൻ പറ്റുമോ? എല്ലാ ക്ലാസ് റൂമിലും കൊണ്ടുവരാമെന്ന് ഞാൻ പറയില്ല. കാരണം നമ്മൾ കുറച്ചുകൂടെ മുതിർന്ന ലെവലിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, ഓഫ് കോഴ്സ് ഇപ്പോൾ കോളേജിലാണെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ മൊത്തം നമ്മൾ കേട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് പോർഷൻ തീർക്കാൻ പറ്റില്ല അല്ലേ. പക്ഷെ ഒരു സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ആവാമെന്ന് പറയും. എന്നാൽ ഒരു മോണ്ടിസോറി മെത്തേഡിലേക്ക് വന്നാലോ ആക്റ്റീവ് ലിസണേഴ്സ് ആവാം. കാരണം കുട്ടികൾ നമ്മളോടൊപ്പമാണ്, കുട്ടികൾ നമ്മളോടൊപ്പം കളിച്ച് പഠിക്കുകയാണ്. അവരുടെ സംശയങ്ങൾ, അവർക്ക് എന്തെല്ലാം ആകണം ഭാവിയിൽ, എന്തെല്ലാമാണ് അവരുടെ പ്രശ്നങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം ഒരു അമ്മ എന്നുള്ള രീതിയിൽ നമ്മൾ കേൾക്കുകയാണ് ചെയ്യുന്നത്. സോ മോണ്ടിസോറി എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ്, അവിടെ ആക്റ്റീവായി കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ ഓരോ വളർച്ചയിലും നമ്മളൊപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്ലാസ്സിൽ ഇത്രയും കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഓരോരുത്തരുടെ കാര്യങ്ങളും കേൾക്കാനുള്ള സമയം കിട്ടും. അതാണ് ഒരു മോണ്ടിസോറി അധ്യാപികയെ മറ്റുള്ള അധ്യാപകരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. കാരണം അവർ ആ സ്കില്ല് നേടിയെടുക്കുന്നവരാ. ഇപ്പം നമ്മളുടെ മുമ്പിൽ വരുമ്പം തന്നെ പറയാറുണ്ട്, നമ്മളെ കാൻഡിഡേറ്റ്സ് എല്ലാം പറയാറുണ്ടല്ലേ, ഞങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും, ഞങ്ങൾക്ക് ഒരു കുട്ടിയാണുള്ളത്, ആ കുട്ടിയെ മാനേജ് ചെയ്യാൻ പലപ്പോഴും ഞങ്ങൾ പ്രയാസപ്പെടുന്നു. പക്ഷേ അപ്പോൾ ക്ലാസ് റൂമിലേക്ക് കടക്കുമ്പോൾ ഇത്രയും പേരെ ഞങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്നത് ഇവരെ റൂട്ട് ലേണിംഗ് അല്ല, ABCD എന്ന ചുമരിലെഴുതി പഠിപ്പിക്കുകയല്ല, ബോർഡിലെഴുതി പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആക്ടിവിറ്റി ലേണിംഗ് ആണ്. നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ കുട്ടികളുടെ ശ്രദ്ധ ഒബ്വിയസ്ലി അതിലേക്ക് തിരിയും.
പിന്നെ പ്രത്യേകമായി അവരെ കെയർ ചെയ്യുകയോ അറ്റൻഷൻ സീക്ക് ചെയ്ത് നമ്മളിലേക്ക് അറ്റാച്ച് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർ നമ്മളെ ശ്രദ്ധിക്കും. നമ്മളിൽ അവർ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ അവർ വളരെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുവെങ്കിൽ ഇവിടെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. അപ്പോൾ ഒരു ക്ലാസ്സിൽ ഇത്രയും കുട്ടികളുടെ അടുത്ത് സംസാരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. അപ്പോൾ ഒരു ടീച്ചർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട പേഷ്യൻസ് അല്ലേ? തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് പേഷ്യൻസ് തന്നെയാണ്. കാരണം മറ്റുള്ള ടീച്ചേഴ്സുമായി, അതായത് കുറച്ച് സുപ്പീരിയർ ആയിട്ടുള്ള ക്ലാസ് റൂമിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ളത് തന്നെയാണ് മോണ്ടിസോറിയിലെ. അപ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ത് തന്നെയാണ്? മോണ്ടിസോറിയിൽ പേഷ്യൻസ് തന്നെയാണ്. നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കണം. നമ്മൾ റിലാക്സ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളും റിലാക്സ്ഡ് ആയിരിക്കും. നമ്മളൊരു കുട്ടിയെ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് വേറൊരു കുട്ടി ക്ലാസ് റൂമിൽ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആ കുട്ടിയെ പിടിച്ച് ഇരുത്തുകയല്ല വേണ്ടത്, മറിച്ച് ഈ കുട്ടിയെ, അതിന് നമ്മൾ ബേസിക്കലി പറയാറുണ്ട് ഒരു മെറ്റീരിയൽ ഉണ്ട്, അതായത് ഒബ്സർവിങ് വിത്തൗട്ട് ഡിസ്റ്റർബിങ്. അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡ് കുട്ടികളിൽ ജനറേറ്റ് ചെയ്യുക. എൻ്റെ അധ്യാപിക അവിടെ ഒരു കാര്യം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ശബ്ദമുണ്ടാക്കാൻ പാടില്ല, മറിച്ച് എൻ്റെ അധ്യാപിക എന്താണോ ചെയ്യുന്നത് അത്, അല്ലെങ്കിൽ അവരെ നമ്മളിലേക്ക് ഡൈവേർട്ട് ചെയ്യാനുള്ളൊരു പവർ ഒരു മോണ്ടിസോറി ടീച്ചർക്ക് ഉണ്ടാവണം. അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒന്ന് തന്നെയാണ്. നമ്മളൊരു അധ്യാപകയാവണം അല്ലെങ്കിൽ അധ്യാപകനാവണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആകും. അത് ഓരോരുത്തരുടെയും ഉള്ളിലുള്ള കഴിവ് തന്നെയാണ് അല്ലേ? അപ്പോൾ പേഷ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. നമുക്ക് മക്കളുള്ളവർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ട്. ആ കഴിവിനെ ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് മോണ്ടിസോറി. ഒരു ടീച്ചർ ആവുക എന്നുള്ളത് ഒരു നോബൽ പ്രൊഫഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മോണ്ടിസോറി ടീച്ചർ ആകണമെന്നുണ്ടെങ്കിൽ എൻട്രിയിൽ ജോയിൻ ചെയ്യും. വരൂ, നമുക്ക് ഭാവി തലമുറയെ വാർത്തെടുക്കാം. ജോയിൻ എൻട്രി മോണ്ടിസോറി.